ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ രാത്രി എടുത്ത വീഡിയോ ഇത്. ഇപ്പോൾ രാവിലേക്ക് ഷോപ്പിലേക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഫ്രോസൺ ആക്കിയിട്ടല്ല, ബോക്സിലിട്ട് കൊടുത്താൽ മതി, ഫ്രോസൺ ആക്കാതെ ബോക്സിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കുറച്ചങ്ങ് ഓർഡർ ഉണ്ടായിന്. പിന്നെ രാത്രി കുറച്ച് ലേറ്റായിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ചധികം വേണമെന്ന്. അങ്ങനെ രാത്രി കുറച്ചാക്കി, പിന്നെ രാവിലെ ഇത് കുറച്ചാക്കിയത്, പിന്നെ ഇതെല്ലാം ആക്കിയിട്ട് പിന്നെ ദുബൈയിലേക്ക് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതും ബോക്സിലാക്കിയിട്ട് വെച്ചിന്, അത് ഫ്രോസൺ ആക്കാൻ വെച്ചിന്. ബാക്കിയെല്ലാം കൊടുത്തതിന് ശേഷം മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മോമോസ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം ആക്കിയിട്ട് തന്നെ വെക്കും. ചില ആൾ കുറച്ച് അധികം വേങ്ങും, ചില ആൾ കുറച്ച് കുറവ് വേങ്ങും. അപ്പോൾ പിന്നെ ഒരാൾ എന്തെങ്കിലും റെഡി ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ട് വിളിക്കലുണ്ട്. അപ്പോൾ അവരോട് ഇന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്ന് പറയും. അപ്പോൾ ഇത് ഓർഡർ വന്നത് റോള്, സമൂസ, ഉന്നക്കായി, മോമോസ്. അപ്പോൾ ഉന്നക്കായി പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. റോളും കട്ട്ലറ്റും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ആക്കി കൊടുത്ത് അപ്പോൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന്, ഇതെങ്ങനെ ആക്കൽ എന്തെന്നല്ലോ. അപ്പോൾ ഈ സ്റ്റിക്കർ ഞാൻ കാസർഗോഡ് നമ്മളെ ഉത്തരദേശം ഓഫീസില്ലേ ആടെ പോയിട്ട് ആക്കൽ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 ഷീറ്റെല്ലാം ആക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് നെയ്യപ്പം, നമ്മളെ കാസർഗോഡ് സ്റ്റൈല് ചോറെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പം നല്ല പൊന്തിയിട്ട് വന്നിട്ട് നല്ല പങ്ങായിനവാ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാഹ് ഇനി ഇറക്കി വിടാം. അപ്പോൾ കാസർഗോഡ് സ്റ്റൈല് നെയ്യപ്പം വേറെ തന്നെ, അങ്ങോട്ട് ചുടുന്ന അങ്ങനത്തെ ഒന്നല്ല. പിന്നെ അതിന് ശേഷം ഇത് കല്ലുമ്മക്കായി റെഡിയാക്കി. ഇത് ശനിയാഴ്ച രാവിലെ ഞാൻ കല്ലുമ്മക്കായി റെഡിയാക്കിയത്. ഒരു ഓർഡർ ഉണ്ട് ഗൾഫിലേക്ക് കൊടുക്കാനുള്ള, വേറെ 2 ആളും ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെ അതിന് ശേഷം പെട്ടെന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിന്. അത് റെഡി എന്തുണ്ട് വെച്ചിട്ട് റോള്, സമൂസ, കട്ട്ലറ്റ്, ഉന്നക്കായി, സമൂസയല്ല മോമോസ് മാത്രം. പിന്നെ അതിന് ശേഷം കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച്, പിന്നെ കല്ലുമ്മക്കായി ദുബൈക്ക് കൊടുക്കാനുള്ളതും ഫ്രീസറിൽ വെച്ച്, ബാക്കി 2 ആൾക്ക് ഫ്രൈ ആക്കാതെ ഫ്രോസൺ ആക്കാതെ കൊടുത്തത്. അപ്പോൾ അതെല്ലാം ഇത് ആക്കിയിട്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ സമൂസൻ്റെ മസാല ആക്കിയിട്ട് മസാല ആക്കിയിട്ട് ഒരു മംഗലത്തിന് പോകാനുണ്ടായിന്. അപ്പോൾ 4 മണിക്ക് ശേഷം ആ മംഗലത്തിന് ശനിയാഴ്ച വൈകുന്നേരം മംഗലത്തിന് പോയിട്ട് വന്നതിന് ശേഷം ഞാനിത് രാത്രി സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായി മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇത് ഞായറാഴ്ച രാവിലേക്ക് നല്ല ഫ്രോസൺ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കൊടുക്കാനുള്ളത് റോളും സമൂസ അതെല്ലാം ആക്കി. അപ്പോൾ രാവിലെ ഡെലിവറി ആക്കിയതിന് ശേഷം അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നീലേശ്വരം കോട്ടപ്പുറം എന്ന സ്ഥലത്തുമുണ്ട്, അവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് സ്ഥലം, നല്ല കാണാനുള്ളൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് അവിടെ എല്ലാം പറയുന്നതെല്ലാം കേട്ടിന്. അപ്പോൾ ഇതുവരെ പോയിട്ടുണ്ടായിട്ട. അപ്പോൾ അങ്ങോട്ട് ഇന്ന് പോകുന്നത് നല്ല കുട്ടികൾക്കെല്ലാം അവിടെ പോയിട്ട് നല്ല ഇതാക്കാനും കുറച്ച് കളിക്കാനെല്ലാം ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കല്ലുമ്മക്കായും റോള്, പഴംപൊരി അങ്ങനത്തെ എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഒരു മഗ്‌രിബിന് മുന്നാകുമ്പോൾ ഇങ്ങോട്ടേക്ക് പെരക്ക് വന്നിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും കമൻറ്റിൽ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റായിൽ എൻ്റെ നമ്പർ ഉണ്ട്, അത് മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, പിന്നെ ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബറെല്ലാം മെസ്സേജ് ആക്കൽ ഉണ്ടാക്കിയത്, ഞാൻ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് മുട്ടമാല ഉണ്ടാക്കിയിട്ട് സെയിലാക്കിയത്, പിന്നെ അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ അല്ലേ, പിന്നെ പുളിവാള ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നത്, അങ്ങനത്തെ എല്ലാം ഫോട്ടോ എല്ലാം ഇടലുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.